വിശദമായ വാർത്തകളിലേക്ക് മോർണിംഗ് ന്യൂസ് കടക്കുകയാണ്. രാജ്യത്ത് GST പരിഷ്കാരം പ്രാബല്യത്തിൽ വന്നു. 4 സ്ലാബുകളുള്ളത് 2 കുറയുമ്പോൾ ജനങ്ങൾക്കത് വലിയ നേട്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. പാൽ, പനീർ മുതൽ തേയില, കാപ്പിപ്പൊടി അടക്കം കുഞ്ഞു കാറുകൾക്ക് വരെ വലിയ വിലക്കുറവാണ് പ്രതീക്ഷിക്കുന്നത്. ഇളവുകൾ ജനങ്ങൾക്കുള്ള നവരാത്രി സമ്മാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 5%, 12%, 18%, 28% എന്നീ 4 GST സ്ലാബുകൾ ഇന്നു മുതൽ പഴങ്കതയാവുകയാണ്. ഇനി മുതൽ 5%, 18% മാത്രമാണ് GST സ്ലാബുകൾ. പുതിയ പരിഷ്കരണം പ്രാബല്യത്തിൽ വരുന്നതോടെ അവശ്യ വസ്തുക്കളായ പാലും പനീറും ഉൾപ്പെടെ നിരവധി വസ്തുക്കൾക്ക് GST ഉണ്ടാകില്ല എന്നത് സന്തോഷം നൽകുന്ന വിവരമാണ്. നെയ് മുതൽ പനീർ വരെ 700 ഉൽപ്പന്നങ്ങൾക്ക് വില കുറച്ചെന്ന് അമൂൽ അറിയിച്ചു. ചായയും കാപ്പിയും പ്രിയമുള്ളവർക്ക് സന്തോഷിക്കാം. തേയിലയും കാപ്പിപ്പൊടിയും 18% നിന്ന് 5% സ്ലാബിലേക്ക് മാറുകയാണ്. ബിസ്ക്കറ്റിനും ഐസ്ക്രീമിനും ചോക്ലേറ്റിനും കോൺഫ്ലെക്സിനും മറ്റ് ബേക്കറി ഉൽപ്പന്നങ്ങൾക്കും വില കുറയും. 18% സ്ലാബിൽ നിന്ന് ഇവ 5%ലേക്ക് മാറും. സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്കും വലിയ തോതിൽ വില കുറയും. സോണിയും സാംസങ്ങും LGയും ഉൾപ്പെടെയുള്ള മുൻനിര കമ്പനികൾ ഇതിനകം തന്നെ പുതുക്കിയ വില പുറത്തുവിട്ടു കഴിഞ്ഞു. കാറുകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കുമാണ് വലിയ വിലക്കുറവുണ്ടാവുക. കുഞ്ഞു വാഹനങ്ങളുടെ GST 18%മായി കുറയുകയാണ്. ടാറ്റ, ഹ്യുണ്ടായി, മാരുതി ഉൾപ്പെടെയുള്ള കമ്പനികൾ വിലക്കിഴിവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സിമന്റിന്റെ GST 28%ൽ നിന്ന് 18%മായി കുറച്ചത് വീട് പണിയുന്നവർക്ക് ആശ്വാസമാകും. ജീവൻ രക്ഷാ മരുന്നുകൾക്കും ആരോഗ്യ ഇൻഷുറൻസിനും മെഡിക്കൽ ഉപകരണങ്ങൾക്കും ചെലവ് കുറയും. സിഗരറ്റിനും മദ്യത്തിനും ലക്ഷറി വാഹനങ്ങൾക്കുമാണ് പുതുക്കിയ GST പ്രകാരം വില വർദ്ധിക്കുക. 40% സിൻ ടാക്സ് ആണ് ലഹരി വസ്തുക്കൾക്ക് മുകളിൽ ചുമത്തുക. ജനങ്ങൾക്കുള്ള ദീപാവലി സമ്മാനമായാണ് GST ഇളവിനെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് 24. പുതുക്കിയ GST നിരക്കുകൾ സംസ്ഥാനത്തും നിലവിൽ വന്നു. ഇന്നു മുതൽ വ്യാപാരികളും മറ്റ് സേവനദാതാക്കളും പുതുക്കിയ GST നിരക്കനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ നൽകണം. ഇതിനായി ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. നികുതി മാറ്റം ബാധകമായ ഉൽപ്പന്നങ്ങൾ സ്റ്റോക്കിലുണ്ടെങ്കിൽ അവ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന നിലയിൽ പ്രത്യേകം രേഖപ്പെടുത്തി വെക്കാനാണ് നിർദ്ദേശം. സിഗരറ്റ്, ബീഡി, ഗുഡ്ക, പാൻ മസാല എന്നിവയുടെ നികുതി 40%ലേക്ക് ഉയർത്തിയെങ്കിലും പഴയ സ്റ്റോക്ക് തീരുന്നതുവരെ വ്യാപാരികൾക്ക് നിലവിലെ വിലയിൽ വിൽക്കാം. 40%ലേക്ക് ഉയർത്തിയ ലോട്ടറിയുടെ നികുതി നിരക്ക് പ്രാബല്യത്തിൽ വന്നു. 26-ാം തീയതി മുതൽ നറുക്കെടുപ്പുള്ള ലോട്ടറികൾക്കാണ് ഉയർന്ന GST ഈടാക്കുന്നത്. ഓണം ബമ്പർ ലോട്ടറിക്ക് പുതിയ നികുതി ബാധകമാക്കിയിട്ടില്ല. GST ഇളവിനെ പ്രതീക്ഷയോടെ കാണുകയാണ് ഇന്ത്യൻ ഓഹരി വിപണികൾ. ഓട്ടോ, FMCG, ഇൻഷുറൻസ്, ഹെൽത്ത് കെയർ, NBFC അങ്ങനെ പല സെക്ടറുകളിലും മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. അമേരിക്കയുമായുള്ള വ്യാപാര തർക്കവും H-1B വിസ പരിഷ്കരണവും ഉണ്ടാക്കുന്ന സമ്മർദ്ദത്തെ മറികടക്കാൻ GST ഇളവുകൾക്ക് കഴിയുമെന്നാണ് വിലയിരുത്തൽ. GST ഇളവുകൾ പ്രാബല്യത്തിൽ വരുന്നതിന്റെ ആവേശത്തിലാണ് വെള്ളിയാഴ്ച ഓഹരി വിപണികളിൽ വ്യാപാരം അവസാനിച്ചത്. ഉപഭോക്തൃ മേഖലയിലെ കമ്പനികളാകും ഇന്ന് GST പരിഷ്കരണത്തിന്റെ ആനുകൂല്യം വിപണിയിൽ നിന്ന് പരമാവധി ഉപയോഗപ്പെടുത്തുക. GST ഇളവിന്റെ ആനുകൂല്യം ജനങ്ങളിലേക്ക് പരമാവധി എത്തിയാലേ ആഭ്യന്തര ഉപഭോഗം വർദ്ധിക്കുകയും തുടർന്നും വിപണിയിൽ പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ഇന്ന് വിപണിയിൽ കാര്യങ്ങൾ മുഴുവനായി പോസിറ്റീവാകാൻ സാധ്യതയില്ല. അമേരിക്കയുമായുള്ള വ്യാപാര തർക്കമാണ് GST പരിഷ്കരണം പ്രഖ്യാപിച്ചിട്ടും ഇതുവരെ വിപണിയുടെ കുതിപ്പിനെ തടഞ്ഞത്. H-1B വിസ നയം ട്രംപ് കടുപ്പിച്ചത് നിക്ഷേപകരിൽ ആശങ്കയുണ്ടാക്കും. IT മേഖലയാണ് തിരിച്ചടി പ്രതീക്ഷിക്കുന്നത്. വിപ്രോ, TCS പോലുള്ള കമ്പനികൾക്ക് അമേരിക്കൻ വിപണിയിൽ ഇതിനോടകം തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. Consumers in India are again, more and more people are coming into employment, more people are coming above the poverty line. So there are many tailwinds are there that would take the economy at a faster pace. While the headwinds, like what has happened in the case of Trump, tariff, and the second thing, some global wars and all, these are certain headwinds that are there. അതേസമയം ദീർഘകാല വിലയിരുത്തലിൽ വിപണിയുടെ മുന്നേറ്റം തടയാനാകില്ല. ലാഭമെടുപ്പ് സമ്മർദ്ദം വൈകാതെ മാറി തുടങ്ങിയേക്കും. അമേരിക്കൻ നയങ്ങൾ ഉണ്ടാക്കിയ ആശങ്കയും GST പരിഷ്കരണം ഉണ്ടാക്കിയ ആവേശവും തമ്മിലുള്ള ഏറ്റുമുട്ടലാകും ഇന്ന് വിപണിയിൽ കാണാൻ പോകുന്നത്. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പുതിയ ചരക്ക് സേവന നികുതി ഘടന പ്രാബല്യത്തിൽ വന്നതോടെ പ്രതീക്ഷയിലാണ് വാഹന ഗൃഹോപകരണ വിപണി. പുതിയ നികുതി ഘടനയുടെ ഗുണം ഉപഭോക്താക്കൾക്ക് നേരിട്ട് ലഭിക്കുന്ന രീതിയിൽ വാഹന നിർമ്മാതാക്കൾ ഓഫറുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നികുതി കുറയുന്നതിന്റെ ഗുണം ഗൃഹോപകരണ വിപണിയിലും പ്രതിഫലിക്കും. ചരക്ക് സേവന നികുതിയിലെ പുതിയ സ്ലാബുകൾ പ്രാബല്യത്തിൽ വന്നതോടെ വാഹന ഗൃഹോപകരണ വിപണിയിൽ കൂടുതൽ ഉണർവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇടത്തരം വാഹനങ്ങളുടെ വിലയിൽ
കാര്യമായ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. നികുതി ഇളവിന്റെ ഗുണം ഉപഭോക്താക്കൾക്ക് നേരിട്ട് ലഭിക്കുന്നതിനായി പല വാഹന നിർമ്മാതാക്കളും ഇതിനോടകം ഓഫറുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആഡംബര വാഹനങ്ങൾ ഒഴികെയുള്ളവയ്ക്ക് 1 ലക്ഷത്തിലധികം രൂപയുടെ ആനുകൂല്യങ്ങളാണ് പല കമ്പനികളും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചെറു കാറുകളുടെയും എൻട്രി മോഡൽ ബൈക്കുകളുടെയും വില ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. 1500 സിസിയിൽ താഴെ വരുന്ന ഡീസൽ കാറുകൾക്കും വില കുറഞ്ഞു. ഇത് വിൽപ്പനയിൽ വർധനമുണ്ടാക്കുമെന്നാണ് വാഹന ഡീലർമാരുടെ പ്രതീക്ഷ. GST ആൾക്കാർക്കൊക്കെ ഒരു പേടി സ്വപ്നമായിരുന്നു സത്യത്തിൽ. അതിൽ ഇപ്പോൾ ഒരു പെർസെൻറ്റേജ് കുറയും എന്ന് പറയുന്നത് കൊണ്ട് കുറച്ച് ബിസിനസ് കൂടാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടും. സെസ് ഒഴിവാക്കിയിട്ടുണ്ട് വാഹനങ്ങളുടെ, അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് വാഹനത്തിന്റെ വില കുറയും. പുതിയ നികുതി പരിഷ്കരണം ഗൃഹോപകരണ വിപണിയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. AC-കൾക്കും TV-കൾക്കും വില കുറയും. മറ്റ് ഗൃഹോപകരണങ്ങളുടെ വിലയിലും കുറവുണ്ടാകും. കസ്റ്റമറെ സംബന്ധിച്ച് വാങ്ങിക്കാനായിട്ട് 10% വരെയാണ് നമ്മളിപ്പോൾ കുറയുന്നത്. 10% കുറയുകയാണെങ്കിൽ ഒരു 30,000 രൂപ ഐറ്റം വരുമ്പോൾ 3,000 രൂപ കുറഞ്ഞു. 60,000 രൂപ AC ആണെങ്കിൽ 6,000 രൂപ കുറഞ്ഞു. അപ്പോൾ എത്രയും വലിയൊരു മാറ്റം കസ്റ്റമർ സംഭവിക്കുമ്പോൾ ഞങ്ങളുടെ ഇലക്ട്രോണിക് വിപണിയിൽ തന്നെ ഒരു സെയിൽ വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ ബൂമാണ്. ഞങ്ങളുടെ ടേൺ ഓവറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡബിൾ ആവും. നികുതി ഇളവിനെ ജനങ്ങളും പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. പുതിയ നികുതി ഘടനയിലൂടെ 1200 സിസിയിൽ കൂടുതൽ കരുത്തുള്ള പെട്രോൾ കാറുകൾക്കും പ്രീമിയം ബൈക്കുകൾക്കും വില ഉയരും. പുതിയ നികുതി പരിഷ്കാരം വലിയ പ്രതീക്ഷയോടെയാണ് വിപണി നോക്കിക്കാണുന്നത്. ഗൃഹോപകരണ വാഹന വിപണിയിൽ പുതിയ GST പരിഷ്കാരം വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഉപഭോക്താക്കളും ഡീലർമാരും പങ്കുവയ്ക്കുന്നത്. ക്യാമറ പേഴ്സൺ വിനോദിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. GST ഇളവുകൾ ജനങ്ങൾക്കുള്ള നവരാത്രി സമ്മാനമാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. വിവിധ അവശ്യ സാധനങ്ങൾക്ക് വലിയ വിലക്കുറവാണ് പ്രതീക്ഷിക്കുന്നത്. വിശദാംശങ്ങളുമായി വിനീത വിജി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. വിനീത, വെരി ഗുഡ് മോർണിംഗ്. വിലക്കുറവിന്റെ ഒരു ഉത്സവകാലം എന്നൊരു പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായത്. ചെങ്കോട്ടയിലെ ആ പ്രഖ്യാപനം പ്രാബല്യത്തിലായി. നിരവധി വസ്തുക്കളിലെ GST എടുത്തു കളഞ്ഞു. സേവനങ്ങൾക്ക്, ഇൻഷുറൻസുകൾക്കൊക്കെ GSTയിൽ നിന്ന് അവയെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാസം ഒരു നല്ല തുക സേവ് ചെയ്യാം എന്നൊക്കെ ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ. ഇതിലൊരു രാഷ്ട്രീയമുണ്ടെന്ന് പറയുമ്പോഴും സാധാരണക്കാർക്ക് ഇത് എത്രത്തോളം പ്രയോജനമാകാം? വെരി ഗുഡ് മോർണിംഗ് സ്മിത ആൻഡ് ക്രിസ്റ്റീന. ഇന്നലെ വൈകിട്ട് 5 മണിക്കായിരുന്നു പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞത് ഇന്ന് ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ നവരാത്രി ആഘോഷങ്ങളുടെ തുടക്കമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഈ നവരാത്രി ദിനത്തിൽ ഓരോ വീടുകളിലേക്കും എത്തുന്ന ഒരു മധുരം തന്നെയാണ് ഈ GST ഇളവ് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരു രാജ്യം ഒരു നികുതി എന്ന തരത്തിലേക്ക് ആ ഒരു സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ GSTയിലെ ഇളവുകൾ അത് ഏറ്റവും പ്രധാനമായും ലഭിക്കുന്നത് മധ്യവർഗത്തിന് തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പാലുൽപ്പന്നങ്ങൾക്കൊക്കെ വിവിധ കമ്പനികൾ വില വളരെയധികം കുറച്ചിട്ടുണ്ട്. ഇതൊക്കെ സാധാരണക്കാർക്ക് വലിയ ആശ്വാസം ആകും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ത്യക്കാർക്ക് 2.5 ലക്ഷം കോടിയിലധികം രൂപയുടെ ലാഭം ഉണ്ടാകുമെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. GST പരിഷ്കാരങ്ങൾ ആത്മനിർഭർ ഭാരത് പ്രചരണത്തിലെ ഒരു സുപ്രധാന ചുവടുവെപ്പായിട്ട് തന്നെയാണ് അദ്ദേഹം അതിനെ പറഞ്ഞിരിക്കുന്നത്. അതിന് നമ്മൾ ആ കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഏതാണ്ട് 99% സാധനങ്ങളും 5% എന്ന GST ഇതിലേക്ക് മാറിയിരിക്കുകയാണ്, സ്ലാബിലേക്ക് മാറിയിരിക്കുകയാണെന്നുള്ളത് തന്നെയാണ്. അതായത് 12% സ്ലാബിലുള്ള 99% ഉൽപ്പന്നങ്ങളുടെയും GST 5% ആകുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒപ്പം 28% സ്ലാബിലുണ്ടായിരുന്ന 90% ഉൽപ്പന്നങ്ങളുടെയും GST അത് 18% മാറും. ആ രീതിയിലേക്ക് വരുമ്പോൾ ഈ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ഒപ്പം ഈ TV, റെഫ്രിജറേറ്റർ, ഒപ്പം തന്നെ സ്കൂട്ടർ, കാർ, ബൈക്ക് എന്നിവയ്ക്കൊക്കെ തന്നെ വലിയ രീതിയിൽ വിലക്കുറവുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഒപ്പം ഈ ഹോട്ടൽ മുറികളുടെ GST കുറച്ചതിനാൽ അത് ഈ യാത്രാ ചിലവ് കുറയ്ക്കും. ഒപ്പം തന്നെ ഈ ടൂറിസം മേഖലയ്ക്കൊക്കെ അത് വലിയ രീതിയിൽ സഹായകരമാകുമെന്നുള്ളത് തന്നെയാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. 28% ആഡംബര വസ്തുക്കൾ അടക്കമുള്ളവയുടെ GST 40% ഉയർത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പുകയില ഉൽപ്പന്നങ്ങളുടെയൊക്കെ GSTയും അത്തരത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. മറ്റ് ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ മധ്യവർഗത്തിന് ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്ന നിലയിൽ തന്നെയാണ് GSTയിലെ ഇളവുകൾ വന്നിരിക്കുന്നത്. അത് രാജ്യത്തിന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന നിലയിൽ തന്നെയാണ് പ്രധാനമന്ത്രി അത് സൂചിപ്പിക്കുകയും ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷമൊക്കെ പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ ഇന്നലെ തന്നെ അവർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് ഓരോ സാധാരണക്കാർക്കും, മധ്യവർഗങ്ങൾപ്പെട്ട ആളുകൾക്ക്, യുവാക്കൾക്ക്, സ്ത്രീകൾക്ക് എന്നിങ്ങനെ ഈ GSTയിലെ ഇളവ് രാജ്യത്തെ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്ന തരത്തിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ക്രിസ്റ്റീന.
ശരി, വിശദാംശങ്ങളുമായി വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് ചേർന്നത്. തീരുമാനത്തിൽ എന്തായാലും രാഷ്ട്രീയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സാധാരണക്കാർക്ക് ഇത് പ്രയോജനകരമാകും. മാസം നല്ലൊരു തുക മിച്ചം പിടിക്കാനും അത് നിക്ഷേപമായി കൺവേർട്ട് ചെയ്യാനും ഒക്കെ സാധിക്കുമെന്ന് വിദഗ്ധർ പറയുന്നുമുണ്ട്. അതെ, ഇതിന്റെ ഒരു മറുവശം എന്ന് പറയുന്നത് പുതുക്കിയ GST നിരക്ക് നിലവിൽ വന്നതോടെ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ വലിയ ആശങ്കയിലാണ്. സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ 8,000 കോടി രൂപ വരെ നഷ്ടമുണ്ടാകും എന്നാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. പഴയ GST നിരക്ക് അനുസരിച്ച് തയ്യാറാക്കിയ സംസ്ഥാന ബജറ്റ് ഉൾപ്പെടെ തകിടം മറിയും. സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം കേന്ദ്രം നികത്തണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. ഒരു ഉൽപ്പന്നത്തിൽ ഈടാക്കുന്ന GSTയുടെ പകുതി സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതാണ്. അതായത് 28% GST ഈടാക്കിയാൽ അതിന്റെ പകുതി 14% നികുതി സംസ്ഥാനത്തിന് ലഭിക്കും. എന്നാൽ പുതുക്കിയ നിരക്ക് പ്രകാരം മുൻപ് 28% വരെ ഈടാക്കിയിരുന്ന GST 18%, 5%, 0% ആയി കുറയും. സ്വാഭാവികമായി സംസ്ഥാനത്തിന് ലഭിക്കേണ്ട നികുതിയും കുറയും. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി നടത്തിയ പഠനത്തിൽ 7,803 കോടി രൂപയുടെ നഷ്ടമാണ് മുന്നിൽ കാണുന്നത്. ഏറ്റവും കൂടുതൽ നഷ്ടം 28% GST ഈടാക്കുന്ന സ്ലാബിലാണ്, 3,966 കോടി രൂപ. 18% സ്ലാബിൽ 1,951 കോടി രൂപയും 12% സ്ലാബിൽ 1,903 കോടി രൂപയും 5% 18 കോടി രൂപയുമാണ് നഷ്ടം പ്രതീക്ഷിക്കുന്നത്. എല്ലാ സ്ലാബിൽ നിന്നും കൂടി ഏതാണ്ട് 7,804 കോടി രൂപയുടെ നഷ്ടം നമുക്കുണ്ടാകാം എന്നുമാണ് ഞങ്ങളുടെ പഠനം കാണിക്കുക. ഈ നഷ്ടമെന്ന് പറയുന്നത് ഗുഡ്സിൻ്റെ കേസിൽ മാത്രമാണ്. സർവീസുകളുടെ കേസിലും അപ്പം ഇൻഷുറൻസിലൊക്കെ റേറ്റിൽ വ്യത്യാസമുണ്ട്. അതിനെ കൊണ്ട് മൊത്തം നഷ്ടം ഇതിൽ കൂടിയിരിക്കുവാനേ സാധ്യതയുള്ളൂ. സാമ്പത്തിക വർഷത്തിന്റെ 6 മാസം പിന്നിട്ടതിനാൽ ഇനി ഈ വർഷം 4,000 കോടി രൂപയുടെ നഷ്ടമാണ് സർക്കാർ മുന്നിൽ കാണുന്നത്. GSTയുടെ ഒരു വർഷത്തെ വരുമാനം ഉൾപ്പെടെ കണക്കാക്കിയാണ് സർക്കാർ ബജറ്റ് ഉൾപ്പെടെ തയ്യാറാക്കിയിരിക്കുന്നത്. GST കുറച്ചതോടെ ബജറ്റ് ഉൾപ്പെടെ തകിടം മറിയും. ലോട്ടറിയുടെയും പുകയില ഉൽപ്പന്നങ്ങളുടെയും GST 40% വർദ്ധിപ്പിച്ചതിലൂടെ നേരിയ ഒരു വരുമാനം കൂടി സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോഴും GST കുറച്ചതിനെ തുടർന്നുണ്ടായ നഷ്ടം പൂർണ്ണമായി മറികടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ GST നഷ്ടം മറികടക്കാൻ കേന്ദ്ര സഹായം വേണമെന്നുള്ള ആവശ്യമാണ് സംസ്ഥാനം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പുതുക്കിയ GST നിരക്കിൽ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനത്തിൽ വൻ ഇടിവുണ്ടാകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ഒരു വർഷം 8,000 കോടി രൂപയിലധികം നഷ്ടം കണക്കാക്കുന്നുണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു. ഈ വർഷം മാത്രം ഇനി 4,000 കോടി രൂപയുടെ നഷ്ടമുണ്ടാകാം. സംസ്ഥാന ബജറ്റ് ഉൾപ്പെടെ താളം തെറ്റുമെന്നും ധനമന്ത്രി 24നോട് പറഞ്ഞു. 7 മാസത്തിനിടയിലാണ് ഒറ്റയടിക്ക് ഒരു വർഷം 9,000-8,000 കോടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് ഈ മാസങ്ങളിൽ ഉണ്ടാവുമല്ലോ. നേരെ ആ വരുമാനം താഴോട്ട് പോയിക്കാൻ അത്രയും ഗ്യാപ്പ് വരും. ചെറിയ തുകയല്ല, 4,000 കോടി ഇനി അങ്ങോട്ട് പോകുന്ന ഇരിക്കട്ടെ, അല്ലെ 5,000 കോടി എവിടെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും? ഒരു മാസം 1,000 കോടി വെച്ച് കുറഞ്ഞാൽ. ഇത് കൂടാതെ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം 6,000 കോടി വേറെ തരത്തിൽ വെട്ടിക്കുറച്ചിരുന്നു. അതിനാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയി കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടിരുന്നു. ഇങ്ങനെ അടിക്കടി വരുന്ന കാര്യങ്ങൾ നമ്മളെ വല്ലാതെ ബാധിക്കും. അതിൻ്റെ ഒരു പിടുത്തം വരാതെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാന്നല്ല, അതിനൊരു മാർഗ്ഗങ്ങൾ ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും പരാജയപ്പെട്ട് ഇതൊന്നും ഇട്ടിട്ട് പോകാനല്ല നമ്മൾ തയ്യാറായിട്ടുള്ളത്. പക്ഷേ എല്ലാത്തിനും ഒരു നമ്മളങ്ങ് സ്ക്വയർ വണ്ണിലേക്കാക്കി അങ്ങ് ഞെരുക്കുന്ന പോലെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വരുന്നത്. സംസ്ഥാനത്തിന്റെ നികുതി നഷ്ടത്തിന് കേന്ദ്രം പരിഹാരം കാണണമെന്ന് സംസ്ഥാന സർക്കാർ. GST കുറച്ചതിന്റെ ഗുണഫലം പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നതായി ഉറപ്പാക്കുകയും വേണം. ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തയച്ചതായും ധനമന്ത്രി KN ബാലഗോപാൽ 24നോട് പറഞ്ഞു. വില കുറയുമ്പം ആ വില കുറയുന്നത്, നിങ്ങളൊരു ഫോൺ മേടിക്കാൻ പോയാൽ, ഒരു ചാക്ക് സിമെൻറ്റ് മേടിക്കാൻ പോയാൽ, ഒരു സോപ്പ് മേടിക്കാൻ പോയാൽ ഈ കുറയുന്നതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടണം. അതിന് പകരം വില കൂട്ടിയാലോ? ഇപ്പോൾ പല കൺസ്യൂമർ ഐറ്റങ്ങൾക്കും നമ്മുടെ FMCG എന്നൊക്കെ പറയുന്ന നല്ല വിലയുള്ള ഐറ്റങ്ങളുണ്ട്. ഫുഡ് ഐറ്റം, ചോക്ലേറ്റ്, ബിസ്ക്കറ്റൊക്കെ. ഇതിനെല്ലാം വില കുറഞ്ഞ് നമുക്ക് കിട്ടുമല്ലോ, പലപ്പോഴും അതിൻ്റെ കൂട്ടും. ഇത് മുതൽ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, വാഹനങ്ങൾ, ഓട്ടോമൊബൈൽ എല്ലാം ഈ വിലക്കുറവ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കണം. അല്ലെങ്കിൽ ഈ ടാക്സ് കുറഞ്ഞതിൻ്റെ ഗുണം ആൾക്ക് കിട്ടില്ല, കമ്പനികൾ ലാഭം അടിക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ 2 കാര്യങ്ങൾ ഉന്നയിച്ച് നേരത്തെ തന്നെ കത്ത് അയച്ചിരുന്നു. ഒന്ന്, വരുമാനം വില കുറയുന്നതിൻ്റെ ഗുണം കസ്റ്റമേഴ്സിന് കിട്ടണം. രണ്ടാമത്തെ കാര്യം, സംസ്ഥാനങ്ങളുടെ വരുമാനം പ്രൊട്ടക്റ്റ് ചെയ്യണം. ഈ 2 കാര്യം സംസ്ഥാന ഗവൺമെൻറ് മുഖ്യമന്ത്രി തന്നെ നേരത്തെ എഴുതിയിട്ടുണ്ട്. നികുതി ഘടനയിലെ മാറ്റം ആരോഗ്യമേഖലയിൽ വിപ്ലവകരമായ മാറ്റമുണ്ടാക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയവും ജീവൻ രക്ഷാ മരുന്നുകളെയും GSTയിൽ നിന്ന് ഒഴിവാക്കിയത് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. വ്യക്തിഗത ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾക്ക് ബാധകമായ 18% GST ആണ് ഇന്നു മുതൽ ഇല്ലാതാകുന്നത്.
ഇത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ സഹായകരമാകും. അതേസമയം നമ്മൾ ഇൻഷുറൻസ് ഇല്ല എന്നിരിക്കട്ടെ, നമ്മൾ പല ചെറിയ ചെറിയ അസുഖങ്ങളും അവഗണിക്കും. ഈ പല ചെറിയ ചെറിയ അസുഖങ്ങളും അവഗണിക്കുന്നത് നമുക്ക് വലിയ വിപത്തിലേക്ക് കൊണ്ട് മാറും. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാണ്? സാധാരണക്കാരെയും ചെറുകിടക്കാരെയും അതുപോലെ തന്നെ പരാധീനതയുള്ളവരെയാണ്. അപ്പോൾ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ആൾക്കാരും സാധാരണക്കാരും അജ്ഞരായ ആൾക്കാർ, ഇല്ലിറ്ററേറ്റ് എന്ന് നമ്മൾ പറയും, അവരെയൊക്കെയാണ് ഇത്. അപ്പോൾ അവരെല്ലാം നമ്മൾ ഈ ഒരു കുടക്കീഴിൽ നമ്മൾ കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖല പുഷ്ടിപ്പെടും. ജീവൻ രക്ഷ, ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ വില കുറയുന്നതാണ് മറ്റൊരു നികുതി ഘടനാ വ്യത്യാസം. മരുന്നുകളുടെ വില വിവരങ്ങൾ കൃത്യമായി പ്രദർശിപ്പിക്കണം. മരുന്നുകൾക്ക് പല ചെറുകിട ആൾക്കാർ എനിക്കറിയാം, മരുന്ന് ഡോക്ടർമാർ 2 ദിവസത്തിൽ മരുന്ന് കഴിക്കണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 10 ദിവസം കഴിച്ചിട്ട് കഴിക്കാതിരിക്കുന്നവരുണ്ട്, വില കൂടുതലായത് കാരണം. അപ്പോൾ അതിൻ്റെയൊക്കെ വില കുറയുമ്പോഴത്തേക്കും നാച്ചുറലി ഞാൻ മരുന്ന് കൺസ്യൂം ചെയ്യുന്നത് കൂടും, അതനുസരിച്ച് എൻ്റെ അസുഖം കുറയും, അതനുസരിച്ച് ആരോഗ്യമേഖല പുഷ്ടിപ്പെടും. ആരോഗ്യമേഖല പുഷ്ടിപ്പെടുമ്പോഴത്തേക്കും എൻ്റെ വ്യക്തിഗതമായ എൻ്റെ സാമ്പത്തിക എൻ്റെ പ്രൊഡക്ടിവിറ്റി എൻ്റെ കൂടും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യമിട്ടാണ് നികുതി ഘടനയിലെ മാറ്റമെങ്കിലും സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് വയോജനങ്ങൾക്കാണ് ഈ മാറ്റങ്ങൾ ഗുണം ചെയ്യുക എന്ന വിലയിരുത്തലുകളാണ് വിദഗ്ധർ നൽകുന്നത്. 24 കോഴിക്കോട്. സംസ്ഥാന സർക്കാർ പഞ്ചായത്ത്, നഗരസഭാ, കോർപ്പറേഷൻ തലങ്ങളിൽ സംഘടിപ്പിക്കുന്ന വികസന സദസ്സുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഭാവി വികസനത്തിനായുള്ള നിർദ്ദേശങ്ങൾ സ്വരൂപിക്കുന്നതിനുമാണ് വികസന സദസ്സ് സംഘടിപ്പിക്കുന്നതെന്നാണ് സർക്കാരിന്റെ വാദം. സലിം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സലിം, ഗുഡ് മോർണിംഗ്. ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞിരിക്കുന്നു, ഇനിയിപ്പോൾ വികസന സദസ്സാണ്. സ്വാഭാവികമായും പ്രതിപക്ഷം വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയം കൂടിയാണ്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചെയ്ത കാര്യങ്ങൾ, വികസന പദ്ധതികൾ, അതെന്തെല്ലാമാണ്, അത് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ഭാഗം കൂടിയായാണ് ഇത് തുടങ്ങുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ്, എങ്ങനെയൊക്കെയാണ് ക്രമീകരണങ്ങൾ, പറയും. ഗുഡ് മോർണിംഗ് സ്മിത ക്രിസ്റ്റീന. സ്വാഭാവികമായും സർക്കാരിൻ്റെ ഒരു പരിപാടി അത് രാഷ്ട്രീയ പ്രചരണത്തിനല്ല എന്നവർ പറയുമ്പോഴും അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഒരു രാഷ്ട്രീയ പ്രചരണ പരിപാടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പും ഒപ്പം തന്നെ പബ്ലിക് റിലേഷൻസ് വകുപ്പും ചേർന്നാണ്. പ്രതിപക്ഷത്തിന് ഉൾപ്പെടെ ക്ഷണമുണ്ട്. പക്ഷേ ഇതിനോടകം തന്നെ പ്രതിപക്ഷം ആ ചടങ്ങ് ബഹിഷ്കരിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ രാഷ്ട്രീയ പ്രചരണമാണ് ചടങ്ങിന് പിന്നിൽ എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത്. നവകേരള സദസ്സിന് സമാനമായ രീതിയിൽ സംസ്ഥാനത്തെ എല്ലാ നഗരസഭ, പഞ്ചായത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ, കോർപ്പറേഷൻ തലങ്ങളിലേക്ക് ഈ വികസന സദസ്സ് സംഘടിപ്പിക്കാനാണ് തീരുമാനം. അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇന്ന് തിരുവനന്തപുരം നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി നിർവഹിക്കുക. ഒപ്പം മന്ത്രിമാരായ വി ശിവൻകുട്ടിയും GRL തുടങ്ങിയവരും ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. അതിനുശേഷം ഒക്ടോബർ 20 വരെയാണ് നിലവിൽ ഈ വികസന സദസ്സുകൾ പലയിടങ്ങളിലായി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് തൊട്ടുപിറകെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയും ചെയ്യും. അതിനിടയിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുമോ എന്നറിയില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും വരെയും ഈ നിലയിലുള്ള വികസന സദസ്സുകൾ തുടരും. അത് അടുത്ത ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വികസന നിർദ്ദേശങ്ങൾ രൂപീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു സദസ്സ് സംഘടിപ്പിക്കുന്നത് എന്നാണ് പറയുന്നതെങ്കിലും ശരിക്കും അതിനുമപ്പുറത്തേക്ക് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് സർക്കാർ ചെയ്ത വികസന പദ്ധതികൾ ഉൾപ്പെടെ എത്തിക്കുക, അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പ്രചരണം എന്ന നിലയിലേക്ക് നടത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ആലോചിക്കുന്നത്. വലിയ വിമർശനം സ്വാഭാവികമായും പഞ്ചായത്ത് തലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുകയും ചെയ്യും. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പരിപാടി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ മറ്റ് ബദൽ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ആലോചനയും കോൺഗ്രസിനുള്ളിലുണ്ട്. സ്മിത ക്രിസ്റ്റീന. ശരി, വിശദാംശങ്ങളുമായി ചേർന്നത് സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന്. തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ വിലക്ക് നീക്കാനുള്ള ഉത്തരവ് ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിക്കും. കർശന ഉപാധികളോടെയാകും ടോൾ പിരിവ് പുനരാരംഭിക്കാനുള്ള ഉത്തരവ് ഉണ്ടാകുക എന്ന് കോടതി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. 47 ദിവസത്തിന് ശേഷമായിരിക്കും ടോൾ പിരിവ് പുനരാരംഭിക്കുന്നത്. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാത നിർമ്മാണത്തിന്റെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് നൽകിയ ഹർജിയിലാണ് ടോളിന് വിലക്കേർപ്പെടുത്തിയത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി എന്ന ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് വീണ്ടും ടോൾ പിരിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് ഡിവിഷൻ ബെഞ്ച് അംഗീകാരം നൽകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലറും BJP നേതാവുമായ തിരുമല അനിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ CPIM BJP പ്രതിഷേധം ഇന്ന്. തിരുമല അനിൽ പ്രസിഡന്റായ ബാങ്കുമായി ബന്ധപ്പെട്ട പരാതിയിൽ തമ്പാനൂർ പോലീസ് മാനസികമായി പീഡിപ്പിച്ചു എന്നാരോപിച്ചാണ് BJP സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്.
അതേസമയം അനിലിന്റെ നേതൃത്വത്തിലുള്ള സഹകരണ സംഘം തട്ടിപ്പിൽ BJP നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് CPIM-ന്റെ പ്രതിഷേധം. സലീം മാലിക്കാണ് വീണ്ടും ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. സലീം, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഒരു ആത്മഹത്യ, അതേ തുടർന്നിട്ട് രണ്ട് പാർട്ടികൾ രണ്ട് രീതിയിൽ അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളോടടക്കം ഇക്കാര്യത്തിൽ ചില ആരോപണങ്ങളും ചില ദേഷ്യപ്പെട്ടുള്ള പരാമർശങ്ങളും ഒക്കെ നടത്തുന്നത് നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ ഇക്കാര്യത്തിൽ BJP-യുടെയും CPIM-ന്റെയും പ്രതിഷേധവും വരികയാണല്ലോ. സ്മിത ക്രിസ്റ്റീന, ഈ മരണം, തിരുമനാലിന്റെ മരണം സംഭവിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ BJP നേതൃത്വത്തിന്റെ മാധ്യമങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ നമ്മൾ കണ്ടതാണ്. വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുക, ഇന്നലെ അതുമായി ബന്ധപ്പെട്ട ചോദ്യം BJP സംസ്ഥാന അധ്യക്ഷനോട് ചോദ്യം ചോദിക്കുന്നതിനിടെ രൂക്ഷമായ ഭാഷയിൽ മറുപടി പറയുക, മോശമായ ഭാഷയിൽ മറുപടി പറയുക എന്നീ സമീപനങ്ങളൊക്കെ സ്വീകരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് BJP അത് മരണം ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് കൂടി ആയുധമാക്കുന്നത്. CPIM മറുഭാഗത്ത് മറ്റൊരു നിലയിൽ അതേ മരണത്തിന്റെ രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭ പിടിക്കാനുള്ള ഒരു നീക്കമായി രണ്ടു കൂട്ടരും ഇതിനെ കാണുന്നു എന്നുള്ളതാണ്. അതൊരു മരണത്തെ ആ നിലയിൽ കാണുന്നു എന്നുള്ളതാണ് സങ്കടകരം. എന്തായാലും ഈ തിരുമലാൽ മരിച്ചത് ചില സാമ്പത്തിക പ്രയാസങ്ങളെ തുടർന്നാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുമുണ്ട്. കത്തിൽ ഉൾപ്പെടെ, ആത്മഹത്യാക്കുറിപ്പിൽ ഉൾപ്പെടെ തന്നെ ആരും സഹായിച്ചില്ല എന്നതുൾപ്പെടെ, സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ആരും സഹായിച്ചില്ല എന്നതുൾപ്പെടെ പറഞ്ഞിരുന്നു. അതിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട് അനിൽ പ്രസിഡന്റായിരുന്നുള്ള സഹകരണ ബാങ്കിന്റെ ഇടപാടുകളെ ചൊല്ലി CPIM പറഞ്ഞതിന് പ്രകാരം തമ്പാനൂർ പോലീസ് തിരുമലാലിനെ ഗുരുതരമായി രൂക്ഷമായ ഭാഷയിൽ വിരട്ടുകയും അതിനൊപ്പം തന്നെ എത്രയും വേഗം തന്നെ പണം തിരികെ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേഷനിൽ ഹാജരാകണമെന്നൊക്കെ പറഞ്ഞു എന്നുള്ളതാണ് BJP നേതാക്കളുടെ ആരോപണം. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ആത്മഹത്യ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മരണത്തിന് ഉത്തരവാദിത്വം CPIM-നും തമ്പാനൂർ പോലീസിനും ആണ് എന്നുള്ളതാണ് BJP-യുടെ ജില്ലാ നേതൃത്വം പറയുന്നത്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്നൊരു മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് നടക്കുന്ന മാർച്ച് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഒപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫാം ടൂറിസത്തിന്റെയും ഒപ്പം സഹകരണ സംഘത്തിന്റെയും തട്ടിപ്പിൽ BJP നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലേക്കും പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് CPIM തീരുമാനിച്ചിരിക്കുന്നത്. സ്മിത ക്രിസ്റ്റീന. ശരി, സലീം മാലിക്കാണ് വിവരങ്ങളുമായി ചേർന്നത് തിരുവനന്തപുരത്ത് നിന്ന്. BJP കൗൺസിലർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അതിപ്പോൾ CPIM-ഉം BJP-യും മറുഭാഗത്ത് BJP-യും ഇരു കൂട്ടരും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. ബിസിനസ് സഹകരണത്തിന് കൈകോർത്ത് കേരളവും ന്യൂജേഴ്സി ഭരണകൂടവും കേരളത്തിൽ നിക്ഷേപം നടത്താൻ താൽപര്യം അറിയിച്ച് ന്യൂജേഴ്സി ഗവർണർ ഫിലിപ്പ് ഡി മർഫി. ഇന്ത്യ അമേരിക്ക വാണിജ്യ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ കൂടിക്കാഴ്ചയ്ക്ക് സാധിക്കുമെന്നും ഫിലിപ്പ് ഡി മർഫി കൊച്ചി ലുലു ഗ്രാൻഡ് ഹയത്തിൽ നടന്ന ബിസിനസ് പാർട്ട്ണർഷിപ്പ് മീറ്റിലും അത്താഴ വിരുന്നിലും പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. കേരളവും ന്യൂജേഴ്സിയും തമ്മിൽ പുതിയ വ്യാവസായിക ബന്ധം രൂപപ്പെടുന്നതിന്റെ സൂചകമായി കൊച്ചി ലുലു ഗ്രാൻഡ് ഹയത്തിൽ വെച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ന്യൂജേഴ്സി ഗവർണർ ഫിലിപ്പ് ഡി മർഫിയും തമ്മിൽ കൂടിക്കാഴ്ച നടന്നു. കേരളത്തിൽ നിക്ഷേപം നടത്താൻ അനുയോജ്യമായ സമയത്താണ് തന്റെ സന്ദർശനമെന്ന് ന്യൂജേഴ്സി ഗവർണർ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ രംഗത്തും കേരളത്തിൽ നിക്ഷേപം നടത്താൻ ന്യൂജേഴ്സി ഭരണകൂടം താൽപര്യമറിയിച്ചു. കേരളം നിക്ഷേപ സംസ്ഥാനമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുത്തനായ ഭരണാധികാരിയാണെന്നും അദ്ദേഹം പ്രശംസിച്ചു. I'd like to leave you with Your Excellency Chief Minister. You mentioned this. There's a two-way opportunity. We see this. This is not just about New Jersey coming here looking for investment and jobs, although we love that. This is also about sharing best practices, about what we could do for Kerala, investments that our companies and our institutions of higher education, of which there are 5 represented in our delegation. കേരളത്തിൽ നിക്ഷേപം നടത്താൻ ന്യൂജേഴ്സി സർക്കാരിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷണിച്ചു. 4 വിമാനത്താവളങ്ങളും ആധുനികവൽക്കരിച്ച തുറമുഖങ്ങളുമായി രാജ്യത്തിന് തന്നെ മാതൃകയാണ് കേരളമെന്നും മുഖ്യമന്ത്രി. ന്യൂജേഴ്സി ഭരണകൂടത്തിനും സംരംഭകർക്കും കേരളത്തിലേക്ക് എല്ലാ സമയത്തും സ്വാഗതമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. I invite the government and the businessmen in New Jersey, including the members of this delegation, to consider investing in our state. I assure our government's entire support and assistance in providing our investors the perfect climate for growth. നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ MA യൂസഫ് അലി ബിസിനസ് പാർട്ട്ണർഷിപ്പ് മീറ്റിൽ സ്വാഗതം ആശംസിച്ചു. ന്യൂജേഴ്സി സർക്കാരിന്റെ നിക്ഷേപ താൽപര്യങ്ങളെ MA യൂസഫ് അലി പ്രശംസിച്ചു. അടിസ്ഥാന സൗകര്യ വികസനം, ഉന്നത വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ കേരള സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം പിന്തുണ അറിയിച്ചു. As one of the leading investors in the state of Kerala,
I can say with confidence that Kerala has today become a hub for innovative investment, offering an excellent ground for enterprises seeking long-term growth and sustainable future. ചടങ്ങിൽ ഗവർണർ ഫിലിപ്പ് ഡി മർഫിയുടെ ഭാര്യ തമി മർഫി, വ്യവസായ മന്ത്രി പി രാജീവ്, മേയർ എം അനിൽകുമാർ, ന്യൂജേഴ്സി സർക്കാരിന്റെ പ്രതിനിധികൾ, സംസ്ഥാന സർക്കാരിന്റെ ഉന്നതതല ഉദ്യോഗസ്ഥർ, രാജ്യത്തെ ബിസിനസ് സംരംഭകർ, 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപന മേധാവികളും പങ്കെടുത്തു. പരിപാടിയുടെ അവസാനം വേദിയിൽ കേരളീയ കലാരൂപങ്ങൾ അരങ്ങേറി. ന്യൂസ് ഡെസ്ക് 24. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ് നമ്മൾ. ഹൈന്ദവ സംഘടനകൾ നടത്തുന്ന ശബരിമല സംരക്ഷണ സംഗമം ഇന്ന് പന്തളത്ത്. ഉച്ചവരെ ശബരിമല വിശ്വാസം, വികസനം, സുരക്ഷ എന്നീ വിഷയത്തിൽ സെമിനാർ ഉണ്ടാകും. വൈകിട്ടോടെ നടക്കുന്ന ഭക്തജന സംഗമം തമിഴ്നാട് മുൻ BJP അധ്യക്ഷൻ കെ അണ്ണാമലൈ ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി പന്തളത്ത് നിന്ന് MG പ്രതീഷാണ് ചേരുന്നത്. പ്രതീഷ, ഗുഡ് മോർണിംഗ്. ആദ്യം സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും നടത്തിയ ഒരു അയ്യപ്പ സംഗമം, അതിൻ്റേതായിട്ടുള്ള ഗുണഫലങ്ങളും വിമർശനങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ അതിന്റെ ബദൽ സംഗമം നടത്തുന്നു. ഒരുക്കങ്ങൾ എങ്ങനെയാണ്? എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്? ക്രിസ്റ്റീന, ആഗോള അയ്യപ്പ സംഗമത്തിന് 2 ദിവസത്തിനിപ്പുറം വിശ്വാസ സംരക്ഷണം അല്ലെങ്കിൽ ശബരിമല സംരക്ഷണം എന്ന പേരിൽ ഒരു ബദൽ സംഗമം നടക്കുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ വോട്ട് ബാങ്ക് ലക്ഷ്യമിടുന്നു എന്നുള്ള ആരോപണമായിരുന്നു പ്രതിപക്ഷമടക്കം മുന്നോട്ട് വച്ചത്. പ്രത്യേകിച്ച് BJP വലിയ വിമർശനം ഇക്കാര്യത്തിൽ ഉന്നയിച്ചു. ഇതിന് പിന്നാലെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായി അല്ലെങ്കിൽ അതിലെ വസ്തുതകൾ തുറന്നു കാട്ടാനായി ബദൽ സംഗമം സംഘടിപ്പിക്കുന്നത്. ഇന്ന് പന്തളത്താണ് ഈ ബദൽ സംഗമം നടക്കുന്നത്. ഈ വിശ്വാസത്തോടൊപ്പം വികസനം എന്ന പേരിലാണ് ഈ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഈ വിശ്വാസ സംഗമം സംഘടിപ്പിക്കുന്നത്. 2 ഘട്ടങ്ങളിലായാണ് പരിപാടി നടക്കുന്നത്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ വിവിധ സെമിനാറുകളായിരിക്കും നടക്കുന്നത്. ഇതിൽ വിശ്വാസം, ഒപ്പം ശബരിമലയുടെ വികസനം, സുരക്ഷ എന്നീ വിഷയങ്ങളിലായിരിക്കും ഈ സെമിനാറുകൾ നടക്കുക. ഇതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഭക്തജന സംഗമം നടക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളടക്കം ഈ ഭക്തജന സംഗമത്തിൽ പങ്കെടുക്കും. തമിഴ്നാട് മുൻ അധ്യക്ഷൻ അണ്ണാമലയാണ് ഈ വിശ്വാസ സംരക്ഷണം ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രധാനമായും സർക്കാരിനെതിരെയും CPM-നെതിരെയും വലിയ വിമർശനങ്ങൾ ഈ സമ്മേളനത്തിൽ ഉയർന്നു കേൾക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പരമാവധി ആളുകളെ ഒപ്പം കൂട്ടാനും ഈ BJP ശ്രമിക്കുന്നുണ്ട്. അണ്ണാമലയെ പോലെയുള്ള ഒരു നേതാവിനെ എത്തിച്ചത് പോലും പരമാവധി ആളുകളെ ഈ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി കൊണ്ടാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഈ പരിപാടിയിൽ പങ്കെടുക്കും. പ്രധാനമായും ഈ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് ശബരിമലയുടെ വികസനം നടപ്പിലാക്കണമെന്നുള്ള ഒരു നിലപാടായിരിക്കും ഈ ശബരിമല സംരക്ഷണ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം സർക്കാരിനെതിരെയും ആ സമ്മേളനത്തിൽ പ്രധാനമായും വിമർശനങ്ങൾ ഉണ്ടായിരിക്കും. ഈ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ പരമാവധി ഹിന്ദു വോട്ടുകൾ നേടാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം നിലവിൽ സർക്കാരിനും CPM-നും ഉണ്ട്. കാരണം ഈ പ്രബലമായ സമുദായ സംഘടനകൾ ഉൾപ്പെടെ പിന്തുണ പ്രഖ്യാപിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് എത്തിയിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ വിഭാഗങ്ങൾക്കിടയിൽ ഈ സർക്കാരിന്റെ ഒരു നിലപാട് അല്ലെങ്കിൽ സർക്കാർ നേരത്തെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെ സ്വീകരിച്ച നിലപാടും പിന്നീട് അതിൽ നിന്ന് വ്യതിചലിച്ച സമീപനവും ഒക്കെ തന്നെ തുറന്നു കാട്ടുന്നതായിരിക്കും ഈ ശബരിമല സംരക്ഷണ സമ്മേളനം. എന്തായാലും വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്നതാണ് ശബരിമല കർമ്മസമിതിയും BJP-യും അടക്കം പറയുന്നത്. ഈ 9 മണിക്കാണ് ഈ പന്തളം നാനാക് നഗറിൽ ആദ്യ സെമിനാറുകൾ ആരംഭിക്കുക. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം സ്വാമിയപ്പൻ നഗറിലായിരിക്കും ഭക്തജന സംഗമം നടക്കുക. ശരി, MG പ്രതീഷാണ് പന്തളത്തു നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ബി അശോകും സംസ്ഥാന സർക്കാരും ഹൈക്കോടതിയിൽ നേർക്കുനേർ. ബി അശോകിനെ കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വകുപ്പിലേക്ക് മാറ്റിയ സർക്കാർ ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തതിനെതിരെയാണ് സർക്കാരിന്റെ ഹർജി. ട്രൈബ്യൂണൽ ഇടപെട്ടത് അധികാരപരിധി മറികടന്നാണ്. IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റവും നിയമനവും സർവീസ് കാര്യമാണ്. ഒരു പ്രത്യേക തസ്തികയിൽ തുടരാൻ ഉദ്യോഗസ്ഥന് യാതൊരു അവകാശവും ഇല്ലെന്ന നിലപാടിലാണ് സർക്കാർ. 3 തവണ ബി അശോകിനെ സ്ഥാനമാറ്റം നടത്തിയപ്പോഴും സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തിരുന്നു. വയോധികൻ വാഹനമിടിച്ചു മരിച്ച കേസിൽ പ്രതിയായ പാറശാല മുൻ SHO അനിൽകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ഫാസ്റ്റ് ട്രാക്ക് കോടതി ഇന്ന് പരിഗണിക്കും. കേസ് ആദ്യം പരിഗണിച്ച കോടതി പോലീസിനോട് കേസിന്റെ വിശദാംശങ്ങൾ തേടിയിരുന്നു.
കിളിമാനൂരിൽ വെച്ച് കഴിഞ്ഞ സെപ്റ്റംബർ 7-നാണ് SHO ഓടിച്ച വാഹനമിടിച്ച് വയോധികൻ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ദക്ഷിണ മേഖല IG അനിൽകുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നെങ്കിലും പ്രതിയെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ബാറിലെ തർക്കത്തെ തുടർന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചുവെന്ന കേസിൽ പ്രതിയായ നടി ലക്ഷ്മി മേനോന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 3-ാം പ്രതിയാണ് ലക്ഷ്മി മേനോൻ. ലക്ഷ്മി മേനോന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസും നിലപാട് അറിയിക്കും. കേസിൽ നേരത്തെ 3 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ മാസം എറണാകുളത്തെ ബാറിലായിരുന്നു സംഭവം. ശബരിമലയിൽ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളികൾ സ്ഥാപിച്ചില്ല. ചടങ്ങ് നടക്കുക തുലാമാസ പൂജകൾക്കായി നട തുറക്കുമ്പോൾ. അതുവരെ സ്വർണ്ണപ്പാളികൾ സ്റ്റോർ റൂമിലാണ് സൂക്ഷിക്കുക. ശ്രീകോവിലിൽ വാതിലും അടുത്ത മാസം നട തുറക്കുമ്പോൾ അറ്റകുറ്റപ്പണി നടക്കും. 24 ബ്രേക്കിംഗ്. MG പ്രതീഷാണ് ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. പ്രതീക്ഷ, ഈ സ്വർണ്ണപ്പാളികൾ എപ്പോൾ സ്ഥാപിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല, അതിലൊരു ചർച്ചയൊക്കെ നടന്നിരുന്നു. പക്ഷേ തുലാമാസത്തിലാകും അത് സ്ഥാപിക്കുക. മറ്റ് പ്രധാനപ്പെട്ട വിവരം എന്താണ് ഇപ്പോൾ പുറത്തുവരുന്നത്? സ്മിത, നേരത്തെ ഈ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിൽ കൊണ്ടുപോയിരുന്ന സ്വർണ്ണപ്പാളികൾ ഈ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി അയ്യപ്പ സംഘവും നടന്ന ദിവസമാണ് ശബരിമലയിൽ എത്തിച്ചത്. ശബരിമലയിലെ ഈ സന്നിധാനത്തുള്ള സ്റ്റോർ റൂമിലാണ് നിലവിൽ സ്വർണ്ണപ്പാളികൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ കന്നിമാസ പൂജകൾക്ക് നട തുറക്കുന്ന ഘട്ടത്തിൽ അറ്റകുറ്റപ്പണി നടത്തി സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിക്കുമെന്നതായിരുന്നു ദേവസ്വം ബോർഡ് നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ഈ അയ്യപ്പ സംഘവും നടന്ന് പിന്നീട് ഒരു ദിവസം മാത്രമാണ് നട തുറന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് തുലാമാസ പൂജകൾ നടക്കുന്ന ഘട്ടത്തിൽ ഈ അറ്റകുറ്റപ്പണി നടത്തിയ സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം ഹൈക്കോടതി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടുകയും ദേവസ്വം ബോർഡിന് വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു വിഷയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ അനുമതിയോട് കൂടിയായിരിക്കും തുടർ നടപടികൾ ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നത്. അറ്റകുറ്റപ്പണി നടത്തിയ ശേഷം സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് എത്തിച്ച വിവരം ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറെ ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. ഈ തുലാമാസ പൂജകൾക്ക് നട തുറക്കുന്ന ഘട്ടത്തിൽ ഈ താന്ത്രിക വിധി പ്രകാരം ഈ പൂജകൾ പ്രകാരമായിരിക്കും ഈ സ്വർണ്ണപ്പാളികൾ തിരികെ സ്ഥാപിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉയർന്ന വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ തന്നെ ദേവസ്വം ബോർഡ് തള്ളിയിരുന്നു. ഇക്കാര്യത്തിൽ ഇനി ഹൈക്കോടതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചില സ്വർണ്ണത്തിന്റെ അളവിലടക്കം വലിയ വ്യത്യാസം കുറവ് വന്നുവെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലടക്കം ദേവസ്വം ബോർഡ് കൂടുതൽ വിശദീകരണങ്ങൾ ഒരുപക്ഷെ കോടതിയിൽ നൽകിയിരിക്കും. ഈ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ ശേഷം ഈ അടുത്ത മാസം നട തുറക്കുമ്പോൾ ഈ തിരികെ സ്ഥാപിക്കുമെന്നുള്ളൊരു വിശദീകരണമാണ് നിലവിൽ ദേവസ്വം ബോർഡ് നൽകിയിട്ടുള്ളത്. ശരി സ്മിത, ക്രിസ്റ്റീന. MG പ്രതീഷാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കാസർഗോഡ് പുഴയിൽ വീണ വിദ്യാർത്ഥിയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്ന ആംബുലൻസ് റെയിൽവേ ഗേറ്റിൽ തടഞ്ഞു. വന്ദേ ഭാരതിനു വേണ്ടി തൃക്കരിപ്പൂർ വെള്ളാപ്പ് റെയിൽവേ ഗേറ്റ് അടച്ചിട്ടതോടെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകി. പ്രാദേശിക മാധ്യമ പ്രവർത്തകന്റെ നേതൃത്വത്തിൽ കുട്ടിയെ റെയിൽവേ ഗേറ്റ് കടത്തിയെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ അപകടം തൃക്കരിപ്പൂർ റെയിൽവേ ഗേറ്റിന് സമീപത്തുണ്ടാവുന്നത്. പുഴയിൽ വീണ് മുങ്ങിത്താണ് EMP മുഹമ്മദ് എന്ന 13-കാരനെയും കൊണ്ട് ഫയർഫോഴ്സിൻ്റെ ആംബുലൻസ് ഈ റെയിൽവേ ഗേറ്റിനടുത്തേക്ക് പാഞ്ഞെത്തി. ആ സമയത്ത് വന്ദേ ഭാരതിന് വേണ്ടി റെയിൽവേ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. തൃക്കരിപ്പൂരിലെ ഒരു പ്രാദേശിക ക്യാമറാമാനാണ് ആ കുട്ടിയെയും കൊണ്ട് റെയിൽവേ ഗേറ്റ് മറികടന്ന് അപ്പുറത്തേക്ക് എത്തുന്നത്. ആ സമയമാകുമ്പോഴേക്കും കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു. റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അഭാവം ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്കും കടുത്ത തടസ്സം സൃഷ്ടിക്കുന്നതിൻ്റെ തെളിവാണ് നമ്മൾ കണ്ടത്. അഗ്നിരക്ഷാസേനയുടെ ആംബുലൻസിന് തടസ്സമില്ലാതെ മുന്നോട്ട് കുതിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ EMP മുഹമ്മദിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഏകദേശം ഒരു 4 മിനിറ്റ് നമുക്കിവിടെ വേസ്റ്റായി പോയി. ആ സമയം ഗേറ്റ് തുറന്നിട്ടുണ്ടെങ്കിൽ നേരെ തൃക്കരിപ്പൂർ ലൈഫ് കെയർ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാമായിരുന്നു. പക്ഷെ ഒരു 4 മിനിറ്റ് 5 മിനിറ്റിൻ്റെ ഒരു ഡിഫറൻസ് വന്നു. പക്ഷേ കുട്ടിയെ ജീവനോടെ കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു വിഷമം മാത്രം.
തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ ബീരിച്ചേരി, വെള്ളാപ്പ്, ഒളവറ ഒളിയം ഗേറ്റ്, രാമവില്യം ഗേറ്റ് തുടങ്ങി 4 ഇടങ്ങളിലാണ് റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അഭാവമുള്ളത്. റെയിൽവേക്ക് അപേക്ഷ നൽകിയിട്ടും മേൽപ്പാലത്തിന് നിർമ്മാണം വൈകുന്നത് പ്രതിസന്ധിയാണെന്ന് തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ്. തൃക്കരിപ്പൂരിൻ്റെ ഹൃദയഭാഗത്തുകൂടി, അതായത് തൃക്കരിപ്പൂർ നെടുകേൾ പിളർത്തിക്കൊണ്ടാണ് റെയിൽ കടന്നു പോകുന്നത്. ഇനി ഞങ്ങൾക്ക് കാത്തു നിൽക്കാനാവില്ല. ഇനി ഏതായാലും ഇത് നിശ്ചിത തീയതിക്കകം നമുക്ക് അത് യാഥാർത്ഥ്യമാകുന്നില്ലെങ്കിൽ വലിയ ജനരക്ഷത്തോടെ, ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെ ശക്തമായ പ്രക്ഷോഭ പരിപാടിയുമായി തന്നെയാണ് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തൃക്കരിപ്പൂർ പഞ്ചായത്തിനെ 2ആയി കീറിമുറിച്ചാണ് റെയിൽവേ ലൈൻ കടന്നു പോകുന്നത്. തീരദേശ മേഖലയിലേക്കും പയ്യന്നൂർ ഭാഗത്തേക്കും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ റെയിൽവേ മേൽപ്പാലം അനിവാര്യമാണെന്ന് യാത്രക്കാരും ചൂണ്ടിക്കാട്ടുന്നു. 24 കാസർഗോഡ്. നോർക്ക റൂട്ട്സ് പ്രവാസികൾക്കായി അവതരിപ്പിച്ച ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയറിന്റെ രജിസ്ട്രേഷൻ ഇന്ന് തുടങ്ങും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രവാസി തിരിച്ചറിയൽ കാർഡുള്ളവർക്കാണ് ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകാൻ അവസരം. 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസും ചേരുന്നതാണ് നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതി. വ്യക്തിഗത ഇൻഷുറൻസിന് 8101 രൂപയും അച്ഛനും അമ്മയും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന് 13,411 രൂപയുമാണ് വാർഷിക പ്രീമിയം. കുട്ടികൾ 2ൽ കൂടുതലുണ്ടെങ്കിൽ 4,130 രൂപ വീതം അധിക പ്രീമിയം നൽകി ഇൻഷുറൻസിൻ്റെ ഭാഗമാക്കാം. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയാണ് ഇൻഷുറൻസിനുള്ള പ്രായപരിധി. കേരളത്തിലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലുമായി 16,000-ലധികം ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമാകും. നോർക്കയുടെ ID കാർഡുള്ള പ്രവാസികൾക്കാണ് പദ്ധതിയിൽ ചേരാനാവുക. ID കാർഡിനായി രജിസ്റ്റർ ചെയ്യാൻ പ്രവാസികളുടെ തിരക്കാണ്. മഹാരാഷ്ട്രയിൽ വിവിധ മലയാളി സമാജങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക ക്യാമ്പുകൾ സജീവമായിട്ടുണ്ട്. അന്തേരിക്കടുത്ത് സാക്കിനാക്കയിലെ പ്രോഗ്രസീവ് ആർട്സ് ക്ലബ്ബിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. പ്രവാസി കാർഡിനുള്ള അപേക്ഷ നൽകാൻ നിരവധി മലയാളികളാണ് രാവിലെ മുതൽ ഇങ്ങോട്ട് എത്തുന്നത്. പബ്ലിക്കിൻ്റെ നല്ല റെസ്പോൺസാണ്. വളരെ താല്പര്യത്തോടു കൂടി ഈ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് ചേരണമെന്ന് ആളുകൾക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോഴും ജനങ്ങൾ ഫോൺ ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷുറൻസിനെ കുറിച്ച് അറിഞ്ഞു. ഇതിന് മുമ്പേ നേരത്തെ ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്നു. ഒരു നോർക്കയുടെ ഓഫീസർ തന്നെ വന്നിട്ട് ഇവിടെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പ്രവാസം അവസാനിപ്പിച്ച് മടങ്ങിയെത്തിയവർക്ക് തൽക്കാലം പദ്ധതിയുടെ ഭാഗമാവാനാകില്ല. നോർക്കയുടെ ID കാർഡ് ഇല്ലാത്തവരാണ് പദ്ധതിയിൽ നിന്ന് പുറത്താവുക. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഇനി അറിയിപ്പുകളാണ്. ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, റേഡിയോ ഡയഗ്നോസിസ് തസ്തികയിൽ അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഒഴിവ്. അഭിമുഖം ഈ മാസം 23-ന്. കോട്ടയം ജില്ലാ വനിതാ കമ്മീഷൻ അദാലത്ത് ഇന്ന് ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് സിറ്റിംഗ്. കൊല്ലം തേവള്ളി ഗവൺമെന്റ് മോഡൽ ബോയ്സ് HSSൽ അധ്യാപകരുടെ ഒഴിവ്. ബോട്ടണി വിഷയത്തിൽ അഭിമുഖം നാളെ. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ടെക്നീഷ്യന്റെ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 25-ന്. യോഗ്യത ഡിപ്ലോമ ഇൻ ന്യൂറോ ടെക്നോളജി. പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ. കൊച്ചി കുസാറ്റിൽ അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഒഴിവ്. നാഷണൽ സെന്റർ ഫോർ അക്വാറ്റിക് അനിമൽ ഹെൽത്തിൽ മറൈൻ ബയോടെക്നോളജി വിഭാഗത്തിലേക്കാണ് ഒഴിവ്. അഭിമുഖം ഈ മാസം 29-ന്. ഇനി രാജ്യാന്തര വാർത്തകളുടെ സമയമാണ്. വാർത്താലോകം. കൊല്ലപ്പെട്ട ട്രംപിന്റെ വിശ്വസ്തൻ ചാർലി കിർക്കിന്റെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്ത ആയിരങ്ങൾ അരിസോണ സ്റ്റേഡിയത്തിൽ ബാനറുകളുമായാണ് ജനക്കൂട്ടം എത്തിയത്. ചാർലി കിർക്ക് സുവിശേഷകനും സ്വാതന്ത്ര്യത്തിന്റെ രക്തസാക്ഷിയുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. മധു, ഗുഡ് ഈവനിങ്. കഴിഞ്ഞ ദിവസം അവിടെ നടന്ന ആ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് JD വാൻസ്, ഇലോൺ മസ്ക് തുടങ്ങിയ പ്രമുഖരുണ്ടായിരുന്നു. ഏകദേശം 60,000 പേരെ കൊള്ളാവുന്ന ആ സ്റ്റേഡിയത്തിലേക്ക് 1,00,000-ലേറെ പേര് വന്നു എന്നൊക്കെയായിരുന്നല്ലോ റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു സാക്ഷ്യമൊക്കെ കഴിഞ്ഞ ദിവസം ജനശ്രദ്ധ പിടിച്ചുപറ്റിയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇത് ട്രംപിന്റെ രാഷ്ട്രീയത്തിന് എത്രത്തോളം ഒരു അനുകൂല ഘടകമാകും?
ഗുഡ് മോർണിംഗ് സ്മിത ക്രിസ്റ്റീന. ശരിക്കും രാഷ്ട്രീയവും മതവും ഒരുമിച്ച് ഒരു ശവസംസ്കാര ചടങ്ങായിരുന്നു കൊല്ലപ്പെട്ട ചാർലി കിർക്കിനായി ഫീനിക്സിലെ സ്റ്റേറ്റ് ഫാം സ്റ്റേഡിയത്തിൽ ഒരുങ്ങിയത്. പ്രസംഗിച്ച മിക്കവരും അമേരിക്കയുടെ രക്തസാക്ഷിയായിട്ടാണ് ചാർലി കിർക്കിനെ ഉയർത്തിക്കാട്ടിയത്. കൊല്ലപ്പെട്ട ചാർലി കിർക്ക് സുവിശേഷകനും അതുപോലെ സ്വാതന്ത്ര്യത്തിന്റെ രക്തസാക്ഷിയും എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഈ തടിച്ചുകൂടിയ ജനങ്ങളോട് ചാർലിയുടെ പത്നി എഴിക്ക കുരിശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞ ഒരു വാചകവുമൊക്കെ ആവർത്തിച്ചു. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഇവർ ചെയ്യുന്നതൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞ വാചകവും തുടർന്ന് തന്റെ ഭർത്താവിനെ പോലെ ശത്രുവിനെ സ്നേഹിക്കുവാനും പറഞ്ഞു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് അത് തിരുത്തുകയുണ്ടായി. തനിക്ക് എതിരാളിയെ സ്നേഹിക്കാൻ കഴിയില്ലെന്നും അവർ നന്നാകട്ടെ എന്നൊന്നും ചിന്തിക്കാനൊന്നും പറ്റില്ലെന്നാണ് ട്രംപ് പറഞ്ഞത്. ചാർലി കിർക്കിന്റെ ശവസംസ്കാര ചടങ്ങുകളിൽ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉൾപ്പെടെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിൽ ഉന്നതർ എല്ലാവരും സന്നിഹിതരായിരുന്നു. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉണ്ടായിരുന്നു, അതുപോലെ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് ഉണ്ടായിരുന്നു, ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബാർഡ് ഉണ്ടായിരുന്നു. അതുപോലെ ഈ കൃഷ്ണ സ്മിത, നമുക്ക് ആരോടെങ്കിലും ഒരു സൗന്ദര്യപ്പിണക്കമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാനുള്ള ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് ഈ ശവസംസ്കാര ചടങ്ങുകളാണ്. ഒരു കൈ കൊടുത്താൽ തീരും, അതെല്ലാം ഡൈല്യൂട്ടായി പോവും. അത്തരം ഒരു കാര്യത്തിനും ഈ ചടങ്ങ് സാക്ഷ്യം വഹിച്ചു. പ്രസിഡന്റ് ട്രംപും അതുപോലെ ടെസ്ല CEO എലോൺ മസ്കും ഈ അനുസ്മരണ ചടങ്ങിനിടയിൽ കൈകൊടുത്ത് വീണ്ടും ഒരുമിച്ചിരിക്കുന്നതും കണ്ടു. കഴിഞ്ഞ സെപ്റ്റംബർ 10 യൂറ്റ യൂണിവേഴ്സിറ്റിയിൽ വെച്ചായിരുന്നു ചാർലി കിർക്ക് കൊല്ലപ്പെട്ടത്. കൃഷ്ണ സ്മിത. ശരി, ചാർലി കിർക്ക് ഒരു രക്തസാക്ഷി എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഒപ്പം തന്നെ ഡൊണാൾഡ് ട്രംപിനും ഇലോൺ മസ്കിനും ഇടയിലുള്ള ആ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു മഞ്ഞുരുക്കത്തിന്റെ തുടക്കം കൂടിയാകുമോ എന്ന് നോക്കിക്കാണുകയാണ്. മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ബ്രിട്ടനും ഓസ്ട്രേലിയയ്ക്കും കാനഡയ്ക്കും പിന്നാലെ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാൻ തയ്യാറായി രാജ്യങ്ങൾ. ഫ്രാൻസും മാൾട്ടയും പോർച്ചുഗീസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ആഴ്ച സ്വതന്ത്ര പലസ്തീനെ അംഗീകരിക്കുന്നതായി പ്രഖ്യാപിക്കും. ദ്വിരാഷ്ട്ര പരിഹാരത്തിനായി പരിശ്രമിക്കുമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമറും പറഞ്ഞു. പാലസ്തീനെ അംഗീകരിക്കുന്ന ആദ്യത്തെ G7 രാജ്യമായി കാനഡ മാറി. ഫ്രാൻസ്, ബെൽജിയം, മാൾട്ട, പോർച്ചുഗൽ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ മാസം അവസാനം ഐക്യരാഷ്ട്രസഭയിൽ പലസ്തീനെ അംഗീകരിക്കാനിരിക്കെയാണ് പ്രഖ്യാപനവുമായി ബ്രിട്ടനും കാനഡയും ഓസ്ട്രേലിയയും എത്തുന്നത്. 2 ദിവസം കഴിഞ്ഞ് ആരംഭിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലാകും യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രഖ്യാപനം. ദ്വിരാഷ്ട്ര പ്രശ്നപരിഹാരമാണ് രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. വെടിനിർത്തലിന് അറബ് രാജ്യങ്ങളും അമേരിക്കയും ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ട്രംപുമായി ചേർന്ന് നടത്തിയ സംയുക്ത മാധ്യമ സമ്മേളനത്തിൽ സ്വതന്ത്ര പലസ്തീനിൽ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചു. ഇതിനുശേഷമാണ് പലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് സ്റ്റാർമറുടെ പ്രഖ്യാപനം വന്നത്. നിർണായക പ്രഖ്യാപനത്തോടെ പലസ്തീനെ അംഗീകരിക്കുന്ന ആദ്യത്തെ G7 രാജ്യമായി കാനഡ മാറി. ഐക്യരാഷ്ട്രസഭ അംഗങ്ങളായ 75% രാജ്യങ്ങളും നിലവിൽ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാൻ തയ്യാറാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച നടപടിയിൽ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വിമർശനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഭീകരതയ്ക്ക് നൽകുന്ന പ്രതിഫലമെന്ന് നെതന്യാഹു കുറ്റപ്പെടുത്തി. ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച് സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പ്രതികരണം. ജോർഡൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ല. ഇസ്രായേലിന്റെ ഹൃദയഭാഗത്ത് ഭീകരരാഷ്ട്രം സ്ഥാപിക്കാനുള്ള ഏറ്റവും പുതിയ ശ്രമങ്ങൾക്ക് താൻ അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം മറുപടി നൽകുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇനി ചില രാജ്യാന്തര വാർത്തകൾ ചുരുക്കത്തിൽ. കോവിഡിന്റെ ഉറവിടമെന്ന് കരുതുന്ന വുഹാനിലെ വിവരങ്ങൾ പുറത്തുവിട്ട ചൈനീസ് മാധ്യമ പ്രവർത്തകയുടെ ശിക്ഷാ കാലാവധി നീട്ടി. 4 വർഷത്തേക്കാണ് ശിക്ഷ നീട്ടിയത്. റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് ആണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ഇസ്രായേലിലെ തുറമുഖ നഗരമായ അഷ്ദോദിലേക്ക് റോക്കറ്റ് ആക്രമണം. അഷ്ദോദിൽ 2 റോക്കറ്റുകൾ പതിച്ചതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ഏപ്രിൽ 6 ശേഷം അഷ്ദോദിൽ ആദ്യമായാണ് ആക്രമണം. ബഗ്രാം വ്യോമത്താവളം തിരികെ നൽകാൻ അഫ്ഗാനിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അനുഭാവപൂർവമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അഫ്ഗാൻ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് താക്കീത്. ട്രംപിന്റെ ആവശ്യം താലിബാൻ സർക്കാർ തള്ളി. 1 ഇഞ്ച് പോലും വിട്ടുതരില്ലെന്ന് താലിബാൻ ഭരണകൂടം. സമാധാനത്തിലുള്ള നൊബേലിന് താൻ അർഹനാണെന്ന് ആവർത്തിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്നും ലോകവേദിയിൽ ബഹുമാനിക്കപ്പെടേണ്ട ഇടപെടലുകൾ നടത്തിയെന്നും ട്രംപ്.
ഹേഗിൽ നടന്ന കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ ഡച്ച് പോലീസ് കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. 30 പേരെ അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരുക്ക്. അക്രമികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ. ഇന്ത്യ-US വ്യാപാര കരാറിന് മുന്നോടിയായുള്ള ചർച്ചകൾക്കായി വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് അമേരിക്കയിലെത്തും. US വാണിജ്യ പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ച് കഴിഞ്ഞയാഴ്ച ഡൽഹിയിൽ ഇന്ത്യൻ സംഘവുമായി ചർച്ച നടത്തിയിരുന്നു. ഒരു ദിവസം നീണ്ടുനിന്ന ചർച്ചകൾ പോസിറ്റീവായിരുന്നുവെന്ന് ഇരു വിഭാഗങ്ങളും പ്രതികരിച്ചിരുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വിജി ചേരുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ചില സംഭാഷണങ്ങൾ, അതിനുശേഷം അമേരിക്കൻ സംഘം ഇന്ത്യയിലെത്തുന്നു. വലിയ മാജിക് ഒന്നും സംഭവിച്ചില്ലെങ്കിലും പോസിറ്റീവായ ചില കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറയുന്നു. ഇനി നമ്മുടെ വാണിജ്യമന്ത്രി അങ്ങോട്ട് പോയിരിക്കുകയാണ്. എന്തായിരിക്കും ചർച്ചയുടെ ഒരു ഔട്ട്കം? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഇന്ത്യ-US വ്യാപാര കരാറിന് മുന്നോടിയായുള്ള ചർച്ചകൾക്കായാണ് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് അമേരിക്കയിലേക്ക് എത്തുക. US വാണിജ്യ പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ച് അദ്ദേഹം കഴിഞ്ഞ ആഴ്ച ഡൽഹിയിലേക്ക് എത്തുകയും പ്രതിനിധികളുമായി അദ്ദേഹം ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം നീണ്ടുനിന്ന ചർച്ചകളൊക്കെ തന്നെ വളരെ പോസിറ്റീവായിരുന്നു എന്നാണ് പിന്നീട് ഇരു വിഭാഗങ്ങളും പുറത്ത് വിട്ടിരുന്ന പ്രതികരണങ്ങൾ. ഒപ്പം ഈ വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളാകും ഏറ്റവും പ്രഥമ പരിഗണന എന്ന നിലയിൽ നടക്കുക. പക്ഷേ അതിനൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച H-1B വിസ അപേക്ഷ ഫീസ് വർധന വിഷയവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ചർച്ചയിൽ ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യതയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ അടുത്ത ആഴ്ച എസ് ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇതിൽ രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ചിരിക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ. ശരി, വിനീത വിജിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇന്ത്യൻ സംഘം ഇന്ന് അമേരിക്കയിൽ ചർച്ചകൾക്കായി എത്തിയിരിക്കുകയാണ്. ചർച്ചകൾ വളരെ പോസിറ്റീവായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ. പുതുക്കിയ GST സ്ലാബിൽ വിലക്കുറവോടെ ലുലു സ്റ്റോറുകളിൽ ഇന്നു മുതൽ ഷോപ്പിംഗ് നടത്താം. സേവ് ബിഗ് വിത്ത് നെക്സ്റ്റ് ജെൻ GST ലുലു സ്റ്റോറുകളിൽ ഇന്ന് തുടങ്ങും. ലുലുവിലെ ഹൈപ്പർ മാർക്കറ്റുകളിലും ഫാഷൻ, ലുലു കണക്ട്, സെലിബ്രേറ്റ് സ്റ്റോറുകളിലും വിലക്കുറവിൽ ഷോപ്പിംഗ് നടത്തും. ലുലു ഡെയിലി, ലുലു എക്സ്പ്രസ്, ഫ്രഷ് മാർക്കറ്റ് എന്നീ സ്റ്റോറുകളിലും പുതിയ നികുതി ഘടനയിൽ ഉള്ള വിലയിൽ വിൽപ്പന തുടങ്ങിയിട്ടുണ്ട്. ലുലു ഹൈപ്പർ മാർക്കറ്റിലെ സ്റ്റോറുകളിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോൾ ചോക്ലേറ്റ്, നെയ്യ്, ഇൻസ്റ്റന്റ് നൂഡിൽസ്, കുക്കീസ്, കാപ്പി, പാസ്ത, സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ എന്നിവ 5% GST നൽകിയുള്ള വിലയിൽ വാങ്ങാം. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ നികുതി 28% നിന്ന് 18% ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ വിലയും കുറയും. ലുലു ഫാഷൻ സ്റ്റോറിലും ലുലു സെലിബ്രേറ്റിലും തുണിത്തരങ്ങളും ഫുഡ് വെയറുകളും അടങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്കും വിലക്കുറവുണ്ട്. 1051 രൂപ മുതൽ 2625 രൂപയ്ക്കുള്ളിൽ ഷോപ്പ് ചെയ്യുമ്പോൾ പുതുക്കിയ നികുതി സ്ലാബിലുള്ള GST ആനുകൂല്യവും ലഭിക്കും. പുതുക്കിയ GST പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ലുലു സ്റ്റോറുകൾ ഇന്ന് രാവിലെ 11 മണി മുതൽ തുറന്നു പ്രവർത്തിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ത്രിപുര, അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. 2 സംസ്ഥാനങ്ങളിലുമായി 5100 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. കൂടാതെ ത്രിപുരയിൽ മാതാ ത്രിപുര സുന്ദരി ക്ഷേത്ര കോംപ്ലക്സും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇറ്റാനഗറിൽ 3700 കോടിയുടെ 2 ജലവൈദ്യുതി പദ്ധതികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. ശേഷം പൊതുസമ്മേളനത്തിലും മോദി സംസാരിക്കും. തവാങ്ങിൽ സ്റ്റേറ്റ് ഓഫ് ആർട്ട് കൺവെൻഷൻ സെന്ററിന് പ്രധാനമന്ത്രി തറക്കല്ലിടും. കൂടാതെ ആരോഗ്യം, കണക്ടിവിറ്റി എന്നീ മേഖലകളിലെയും 1290 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ടൂറിസം വികസനത്തിനും സാമ്പത്തിക മേഖലയിലെ ഉത്തേജനത്തിനും പദ്ധതി ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. CPI 25ാം പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. സുരവരം സുധാകർ റെഡ്ഡി നഗറിൽ ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ മുതിർന്ന നേതാവും മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ ഭൂപീന്ദർ സാംബർ പാർട്ടി പതാക ഉയർത്തും. രക്തസാക്ഷി ഭഗത് സിംഗിന്റെ അനന്തരവൻ പ്രൊഫസർ ജഗൻ മോഹൻ സിംഗ് ദേശീയ പതാക ഉയർത്തും. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ചണ്ഡീഗഡിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഈ സ്വയം വിമർശനം അല്ലെങ്കിൽ ആത്മവിമർശനം അതിൽ ഊന്നിയാണ് എല്ലാ ചർച്ചകളും നടക്കുന്നത്. ഇന്നിപ്പോൾ ഈ പരിപാടിയുടെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് സ്മിത, ക്രിസ്റ്റീന. ഈ CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസിലെ ഔപചാരികമായ പരിപാടികൾ, അത് ചർച്ചകൾ, റിപ്പോർട്ട് അവതരണം അടക്കമുള്ള നടപടികൾ ഇന്നാണ് ആരംഭിക്കുന്നത്. ഇന്നലെ പൊതുസമ്മേളനം പൂർത്തിയായിരുന്നു. ഇന്ന് രാവിലെ ആദ്യ പരിപാടി എന്നുള്ളത് ഉദ്ഘാടന സമ്മേളനമാണ്. അതിൽ വിവിധ ഇടതു പാർട്ടികളുടെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി, CPIML ജനറൽ സെക്രട്ടറി ദിബാങ്കർ ഭട്ടാചാര്യ, കൂടാതെ ഫോർവേഡ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ദേവരാജൻ,
സുരേന്ദ്രൻ അടക്കമുള്ളവർ ഈ ഒരു ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും. അതിനുശേഷമായിരിക്കും മറ്റ് റിപ്പോർട്ട് അവതരണങ്ങൾ, സംഘടനാ റിപ്പോർട്ട്, രാഷ്ട്രീയ പ്രമേയം കൂടാതെ രാഷ്ട്രീയ അവലോകന രേഖ തുടങ്ങിയ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുക. അതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും ഈ സുരവരം സുധാകർ റെഡ്ഡി നഗറിൽ പൂർത്തിയായിട്ടുണ്ട്. ആദ്യ പരിപാടി എന്നുള്ളത് ഈ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള പതാക ഉയർത്തൽ അടക്കമുള്ള നടപടികളാണ്. മുൻ സംസ്ഥാന സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ ഭൂപീന്ദർ സാമ്പറായിരിക്കും പാർട്ടി പതാക ഉയർത്തുക. രക്തസാക്ഷി ഭഗത് സിംഗിന്റെ അനന്തരവൻ പ്രൊഫസർ ജഗ്മോഹൻ സിംഗ് ദേശീയ പതാക ഉയർത്തും. അതിനായുള്ള കൊടിമരങ്ങൾ ഉൾപ്പെടെ തയ്യാറാക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും അതിനുശേഷമായിരിക്കും ഈ ചർച്ചകൾ നടക്കുക. കഴിഞ്ഞ ദിവസം തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സംഘടനാ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ആത്മവിമർശനപരമായ പാർട്ടി കോൺഗ്രസ് പ്രതിനിധി സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. മോർണിംഗ് ന്യൂസിന്റെ സമയം പൂർണ്ണമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.